ലോകത്തിലെ കോടിക്കണക്കിന് ആളുകളുടെ ആദ്യ മൊബൈൽ ഫോൺ. ചാർജ് ചെയ്താൽ ദിവസങ്ങളോളം ബാറ്ററി, താഴെ വീണാലും ഒന്നും സംഭവിക്കാത്ത ശക്തി. പക്ഷേ ഒരു കാലത്ത് ലോകം ഭരിച്ച ഈ കമ്പനി എങ്ങനെയാണ് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പിന്നിലായത്? ഇതാണ് നോക്കിയയുടെ അതിശയിപ്പിക്കുന്ന ചരിത്രം. വിചിത്രം. ഇത് നിങ്ങൾക്കറിയാത്ത ലോകം. 1865 ഫിൻലൻഡിൽ ഫ്രെഡറിക് ഇഡസ്റ്റം ഒരു ചെറിയ പേപ്പർ മിൽ ആരംഭിച്ചു. ആർക്കും അറിയില്ലായിരുന്നു ഒരു ദിവസം ഈ കമ്പനി ലോകത്തിലെ ഏറ്റവും വലിയ മൊബൈൽ നിർമ്മാതാവായി മാറുമെന്ന്. പേപ്പറിൽ നിന്ന് റബ്ബർ ഉൽപ്പന്നങ്ങളിലേക്കും അവിടെ നിന്ന് കേബിളുകളിലേക്കും അങ്ങനെ ഇലക്ട്രോണിക്സ് മേഖലയിലേക്കും നോക്കിയ വളർന്നു. 1980കളുടെ അവസാനം മുതൽ നോക്കിയ മൊബൈൽ ഫോണുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 1992 പുറത്തിറങ്ങിയ നോക്കിയ 1011 വലിയ വിജയമായി. തുടർന്ന് നോക്കിയ 3210, നോക്കിയ 3310, നോക്കിയ 1100 ഈ ഫോണുകൾ ലോകം മുഴുവൻ കീഴടക്കി. പ്രത്യേകിച്ച് 1100 250 മില്യണിലധികം യൂണിറ്റുകൾ വിറ്റഴിച്ച് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഫോണുകളിൽ ഒന്നായി മാറി. സ്നേക്ക് ഗെയിം, ദീർഘകാല ബാറ്ററി, ബിൽഡ് ക്വാളിറ്റി ഇവയെല്ലാം നോക്കിയയെ ജനങ്ങളുടെ പ്രിയ ബ്രാൻഡാക്കി. 2000ങ്ങളുടെ തുടക്കത്തിൽ ലോകത്ത് വിറ്റഴിക്കുന്ന ഓരോ 3 മൊബൈൽ ഫോണിലും ഒന്ന് നോക്കിയയായിരുന്നു. 2007 കമ്പനിയുടെ വിപണി വിഹിതം ഏകദേശം 40%-നടുത്തെത്തി. നോക്കിയയെ തോൽപ്പിക്കാൻ ആരുമില്ലെന്ന് എല്ലാവരും വിശ്വസിച്ചു. പക്ഷേ അതേ വർഷം തന്നെ ഒരു പുതിയ എതിരാളി എത്തി. 2007 ആപ്പിൾ ആദ്യ ഐഫോൺ പുറത്തിറക്കി. തുടർന്ന് ആൻഡ്രോയിഡും വന്നു. ലോകം തച്ച് സ്ക്രീൻ സ്മാർട്ട് ഫോണുകളിലേക്ക് മാറുമ്പോൾ നോക്കിയ പഴയ സിംബിയാൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ തന്നെ കൂടുതൽ ആശ്രയിച്ചു. മത്സരം വേഗത്തിൽ മാറി. പക്ഷേ നോക്കിയയുടെ മാറ്റം അത്ര വേഗത്തിലായില്ല. അതാണ് അവരുടെ ഏറ്റവും വലിയ വെല്ലുവിളിയായത്. 2013 നോക്കിയയുടെ മൊബൈൽ ബിസിനസ് മൈക്രോസോഫ്റ്റ് ഏറ്റെടുത്തു. പിന്നീട് HMD ഗ്ലോബൽ എന്ന കമ്പനി നോക്കിയ ബ്രാൻഡിൽ പുതിയ ഫോണുകൾ പുറത്തിറക്കാൻ തുടങ്ങി. ഇന്നും നോക്കിയ എന്ന പേര് കേൾക്കുമ്പോൾ പലർക്കും ഓർമ്മ വരുന്നത് സ്നേക്ക് ഗെയിമും അപാരമായ ബാറ്ററി ലൈഫും ഒരിക്കലും മറക്കാനാകാത്ത 3310 തന്നെയാണ്. ഒരു കാലത്ത് ലോകത്തെ ഭരിച്ച ബ്രാൻഡ് ഇന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ ബിസിനസ് പാഠങ്ങളിലൊന്നായി മാറിയിരിക്കുന്നു. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പണ്ടുപയോഗിച്ച ആ നോക്കിയ ഫോൺ താഴെ കമൻറ്റ് ചെയ്യണേ. ഇതുപോലെയുള്ള ചരിത്ര സംഭവങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.